നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് എങ്ങനെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നു എന്നതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി തരുന്നൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇലക്ട്രീഷ്യന്മാർക്കും ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നവർക്കൊക്കെ ഏറെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. നമ്മുടെ വീടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വ്യവസായ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന എനർജിയുടെ അളവ് വളരെ വലുതായിരിക്കും. ആ എനർജിയെ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നു എന്നതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സംവിധാനമല്ല വ്യവസായ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്നത് ഈ എനർജിയെ അളക്കുന്നതിന് വേണ്ടിയിട്ട്. അവിടെ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മച്ചന്മാരെ, വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ഈ ചിത്രം ഒന്ന് പരിശോധിക്കാം. ഈ ചിത്രത്തിൽ നമുക്ക് ആദ്യം മാർക്ക് ചെയ്തിരിക്കുന്ന എ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്ന അമ്മീറ്ററാണ്. അതേപോലെ തന്നെ ഒരു ലാമ്പ് ബോർഡ്. ഇത് നമ്മുടെ വീട്ടിലെ ഒരു വൈദ്യുത കണക്ഷനായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഇതിൽ നമ്മുടെ വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് പറയുന്നതാണ് ഈ എ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുക. അതിനെ നമ്മൾ ആംബിയർ എന്ന് പറയും. ഈ 1 ആംബിയർ കറണ്ട്, അതായത് നമ്മുടെ വീട്ടിൽ 1 ആംബിയർ കറണ്ട് 1 മണിക്കൂർ നമ്മുടെ സർക്യൂട്ടിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് 1 യൂണിറ്റ് വൈദ്യുതിയാകുക. അതായത് നമ്മുടെ മീറ്ററിലൂടെ 1 ആംബിയർ കറണ്ട് 1 മണിക്കൂർ കടന്നു പോകുമ്പോഴാണ് നമുക്ക് 1 യൂണിറ്റ് വൈദ്യുതിയാകുക. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇതേപോലുള്ള മീറ്ററിലൂടെ 1 ആംബിയർ കറണ്ട് 1 മണിക്കൂർ കടന്നു പോകുമ്പോൾ നമുക്ക് 1 യൂണിറ്റ് വൈദ്യുതിയാകും. അപ്പോൾ നിങ്ങൾ ഈ മീറ്റർ നോക്കുക. ഈ മീറ്ററിൽ നമുക്ക് 4 വയറുകളാണ് കണക്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ വണ്ണം നിങ്ങളൊന്ന് പരിശോധിക്കുക. അപ്പോൾ ഇതിലൂടെ നമുക്ക് മാക്സിമം കടത്തിവിടാൻ പറ്റിയ കറണ്ടിൻ്റെ അളവെന്ന് വെച്ചാൽ ഒരു 20 ആംബിയർ റേറ്റിംഗ് വരെയൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ മീറ്റർ ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ 3 ഫേസ് കണക്ഷനുള്ള മീറ്ററിലും വരുന്നത്. അതായത് ഒരു 3 ഫേസിൻ്റെ എനർജി മീറ്ററാണ്. ഇതും ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഓൺലൈൻ എനർജി മീറ്ററാണ്. ഇതിലൂടെ തന്നെയാണ് വൈദ്യുതി കടന്നു പോയാണ് ഈ എനർജി മീറ്റർ വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ വരുന്ന നമുക്ക് റീഡിങ്സ് എന്ന് വെച്ചാൽ ഇതിലൂടെ ഒഴുകുന്ന വൈദ്യുതിയുടെ അളവിനനുസരിച്ച് തന്നെയാണ് നമുക്ക് കൃത്യമായിട്ടും റീഡിങ്സ് ലഭിക്കുന്നത്. ഇതിലിപ്പോൾ നമുക്ക് കാണാം RYB ന്യൂട്രൽ, ഇങ്ങനെ 3 ഫേസും ന്യൂട്രലിലൂടെ ഒഴുകുന്ന വൈദ്യുതിയുടെ അളവിനെ കാൽക്കുലേറ്റ് ചെയ്താണ് നമുക്ക് എനർജി റീഡിങ് ലഭിക്കുന്നത്. നമ്മൾ നേരത്തെ പരിശോധിച്ച സിംഗിൾ ഫേസിൻ്റെയും ഇപ്പോൾ കണ്ട 3 ഫേസിൻ്റെയും എനർജി മീറ്ററുകൾ ഡയറക്റ്റാണ്. അതായത് ഇതിലൂടെ ഒഴുകുന്ന വൈദ്യുതിയുടെ അളവിനനുസരിച്ചാണ് നമുക്ക് റീഡിങ്സും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നത്. അതായത് യൂണിറ്റ് നമുക്ക് മെഷർ ചെയ്ത് ലഭിക്കുന്നത്. അപ്പോൾ ഇതിനൊരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ ഇതിനൊരു മിനിമം ആംബിയർ റേറ്റിംഗിലായിട്ടേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവ് മാക്സിമം പോയാൽ 20 ആംബിയറിന് മുകളിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അവിടെ ഒരു മോട്ടറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഉയർന്ന തോതിലുള്ള ആംബിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ വളരെ വലിയ ആംബിയർ എടുക്കുന്ന മെഷീൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഈ ഒരു മീറ്റർ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് അവിടെ വേറൊരു തരത്തിലുള്ള സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. അതിന് ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് CT, അതായത് കറണ്ട് ട്രാൻസ്ഫോർമർ എന്ന് പറയും. ഇത് ഒരു മോട്ടോർ കൺട്രോൾ പാനലാണ്. ഇതിൽ നമുക്ക് ഐസൊലേറ്റർ കഴിഞ്ഞിട്ട് RYB 3 ഫേസുകൾ മുകളിലേക്ക് പോകുന്നുണ്ട്. അത് ഓരോന്നും ഇറങ്ങുന്നത് ഈ CTകൾക്ക് ഉള്ളിലൂടെയാണ്. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നതാണ് കറണ്ട് ട്രാൻസ്ഫോർമർ അഥവാ CT എന്ന് പറയുന്നത്. ഇതിൽ ഓരോ ഫേസിനും ഓരോ CTകൾ വീതം നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ CTകൾക്ക് അകത്തുകൂടെയാണ് ഓരോ ഫേസിൻ്റെയും മെയിൻ കേബിളുകൾ ഇറങ്ങി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിലൂടെ ഉണ്ടാകുന്ന ഇൻഡക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ CT വർക്ക് ചെയ്ത് അതിലുണ്ടാകുന്ന വൈദ്യുതി വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ എനർജി മീറ്ററിൻ്റെ റീഡിങ്ങും കാര്യങ്ങളുമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 100/5, അതായത് 100/5ൻ്റെ CT ആണിത്. അതിനെ നമ്മൾ CT റേഷ്യോ എന്ന് പറയും. ഈ റേഷ്യോൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ എനർജി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിലിപ്പോൾ നമുക്ക് 3 CTകളാണുള്ളത്. ഇത് നേരെ വന്ന് കയറുന്നത് നമ്മുടെ ഒരു എനർജി മീറ്ററിലേക്കാണ്. ഈ മീറ്ററിൽ ഒരു ഡിജിറ്റൽ മീറ്ററാണ്. ഈ മീറ്ററിൽ നമുക്ക് CTകളിൽ നിന്നുള്ള കണക്ഷൻസ് എല്ലാം കാണാൻ പറ്റും. ഇതിലിപ്പോൾ AR1 AR2 അങ്ങനെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓരോ CTകളിൽ നിന്നും കണക്ഷൻ വരും. അതേപോലെ തന്നെ ഒരു ഇത് വർക്ക് ചെയ്യിക്കാനുള്ള ഒരു സപ്ലൈ കൂടി, ഓക്സിലറി സപ്ലൈ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ 2 ടെർമിനലുകളിൽ നിന്നാണ് ഡയറക്റ്റായിട്ട് നമുക്ക് ഈ എനർജി മീറ്ററിലേക്ക് പോകുന്നത്. ഈ ഡിജിറ്റൽ മീറ്ററിൽ നമുക്ക് ആംബിയർ റേറ്റിംഗ്, അതേപോലെ തന്നെ വോൾട്ടേജ്, എനർജി കൺസപ്ഷൻ എല്ലാം കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയ ടൈപ്പാണ് ഈ ഡിജിറ്റൽ മീറ്റർ വരുന്നത്. അപ്പോൾ ഈ CTയിൽ നിന്നുമുള്ള കേബിളുകൾ ഇതാണ്ട ഈ ചെറിയ ടൈപ്പ് കേബിളിലൂടെ നമുക്ക് ഇത്രയും വലിയ വൈദ്യുതി പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 100/5 എന്ന് പറയുന്ന CTയിൽ നിന്നും വരുന്ന റേഷ്യോ, CT റേഷ്യോ അനുസരിച്ചാണ് നമ്മളവിടെ എനർജിയെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഡിജിറ്റൽ മീറ്ററിൽ
നമുക്ക് CT റേഷ്യോ ഇട്ട് കൊടുക്കാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പുറകെ പറഞ്ഞുതരാം. നിലവിൽ 100/5 ആണ് നമുക്കിപ്പോൾ കിടക്കുന്നത്. അപ്പോൾ 20 എന്ന് പറയുന്ന യൂണിറ്റാണ്. അപ്പോൾ ഈ കേബിളുകളെല്ലാം ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മറുവശം ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ പാനലിൻ്റെ ഫ്രണ്ട് വശം. ഇതിലിപ്പോൾ നമുക്ക് കാണിക്കുന്നത് 421 വോൾട്ട്, അതേപോലെ തന്നെ 0.389 ആംബിയർ, അതേപോലെ തന്നെ 50 ഹെഡ്സുമാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണിക്കുന്നത് വോൾട്ടേജും ഫ്രീക്വൻസിയും മാത്രമാണ്. ആംബിയർ 0 ആണ്. ഞാനിവിടെ നമ്മുടെ ഒരു മോട്ടർ ഓൺ ചെയ്ത് കാണിച്ചു തരാം. മോട്ടർ ഓൺ ചെയ്യുമ്പോൾ 0.4 ആംബിയർ, നമുക്കെല്ലാം അറിയാം 0.4 എന്ന് പറയുന്നത് ഒരു മോട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആംബിയർ അല്ല, എന്നാലും 0.4 ആണ് കാണിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ CTയുടെ പ്രത്യേകത വരുന്നത്. അതായത് 100/5 വരുമ്പോൾ 20 ആണ്. 0.4 × 20 എന്ന് പറഞ്ഞ് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റീഡിംഗ് ആണ് ഇതിൽ കറക്റ്റ്. അതായത് 8 ആംബിയർ വരുന്നു. ഈ മീറ്ററിൽ നമുക്ക് CT റേഷ്യോ ഇട്ട് കൊടുക്കാം. പക്ഷേ നിലവിൽ ഇവിടെ CT റേഷ്യോ 0 ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഈ 0.4 കാണിക്കുന്നത്. ഈ CT റേഷ്യോ നമുക്ക് 100/5 ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് 8 ആംബിയർ എന്നുള്ള റീഡിങ് തന്നെ ഇവിടെ ലഭ്യമാവും. ഇനി നമുക്ക് മറ്റൊരു പാനൽ നോക്കാം. അതായത് മറ്റൊരു പമ്പ് പാനലാണ്. ഇതിൽ വോൾട്ട് മീറ്റർ, പവർ ഫാക്ടർ മീറ്റർ, 3 അമ്മീറ്ററും ഉണ്ട് RYB അടിസ്ഥാനമാക്കിയിട്ട്. ഇത് ആംബിയർ റേറ്റിംഗ് 200 വരുന്നതാണ്. അപ്പോൾ ഇത്രയും മീറ്ററുകൾ വെക്കേണ്ട ആവശ്യം നമുക്കില്ലായിരുന്നു. നമുക്കിവിടെ ഒരു സിംഗിളായിട്ടുള്ള ഡിജിറ്റൽ മീറ്റർ വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇതൊരു പഴയ പാനലാണ്. നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. ഇതിൻ്റെ അത് 200 ആംബിയറിന് കണക്ട് ചെയ്തിരിക്കുന്നത് 1.5 സ്ക്വയർ mm വയറാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് നേരെ പോകുന്നത് നമ്മുടെ ഫ്യൂസ് യൂണിറ്റിലേക്ക് കയറും, അവിടെ നേരെ CTയിലേക്കും പോകും. അപ്പോൾ നമ്മളിവിടെ CT റേഷ്യോ വന്നിട്ടുള്ളത് 200/5 ആണ്. അപ്പോൾ റേഷ്യോ വരുന്നത് 40 ആണ്. ആ 40നെ അടിസ്ഥാനമാക്കി ഇവിടുത്തെ മീറ്റർ 200/5 ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് കൃത്യമായിട്ടുള്ള റീഡിങ്സ് ഈ അമ്മീറ്ററിൽ നിന്നും ഇവിടെ ലഭിക്കുകയും ചെയ്യും. 200/5. ഇനി നമുക്ക് 11 kVയിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇതാണ് 11 kVയുടെ CT എന്ന് പറയുന്ന സംവിധാനം. ഇപ്പോൾ നിലവിൽ നമ്മളൊരു വർക്കിന് വേണ്ടിയിട്ട് പുതിയത് മേടിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ടിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണിക്കാൻ സാധിച്ചത്. ഇത് നമ്മുടെ മീറ്ററിങ് പാനലിൻ്റെ അകത്ത് വരുന്നതാണ്. നമുക്ക് അങ്ങനെയൊന്നും കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇത് കാണിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഇതാണ് നമ്മുടെ CT എന്ന് പറയുന്ന സംവിധാനം, 11 kVയുടെ CT എന്ന് പറയുന്നത്. ഇതുവഴിയാണ് നമ്മൾ 11 kVയിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ ഈ S1 S2 എന്ന് പറയുന്ന ടെർമിനൽസാണ് നമ്മൾ നേരത്തെ പമ്പ് പാനലിൽ കണ്ടതുപോലെ തന്നെയുള്ള CTയുടെ ടെർമിനൽസ് വരുന്നത്. ഇതിൻ്റെ മുകൾ വശത്തായിട്ട് വരുന്നതാണ് നമ്മുടെ 11 kV ബസ് ബാർ കണക്ഷൻസ്. ഇവിടെയാണ് 11 kVയുടെ ഇൻകവർ വരിക, ഇവിടെ നിന്ന് ഔട്ട് ഗോയിങ് പോകും. അപ്പോൾ ഈ ബസ് ബാർ കയറി ഈ CTൻ്റെ അകത്തുകൂടി കയറി ഇപ്പുറം ഇവിടെ വന്നിട്ടാണ് ഔട്ട് പോവുക. അതിൻ്റെ നടുക്കായിട്ടാണ് ഈ CT സംവിധാനം. നമ്മൾ പമ്പ് പാനലിൽ കണ്ടതുപോലെയുള്ള CT കോയിൽസ് ഇവിടെയാണ് വരിക. ഇതിൽ നിന്നുള്ള 2 എൻഡുകളാണ് ഈ വന്നിട്ടുള്ളത്. ഈ S1 S2 എന്ന് പറയുന്ന ഈ ടെർമിനൽസാണ് നമ്മുടെ എനർജി മീറ്ററിൻ്റെ മീറ്ററിങ് യൂണിറ്റിലേക്ക് പോകുന്നത്, അതായത് നമ്മുടെ മീറ്ററിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന വൈദ്യുതിയുടെ അളവനുസരിച്ചാണ് എത്രത്തോളം കറണ്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുവെന്ന് KSEB കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ KSEBിയുടെ ടെസ്റ്റിംഗ് അതോറിറ്റി ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവച്ചിട്ടുള്ളതാണ്. അടുത്ത ദിവസം നമ്മൾ മാറ്റാനുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംവിധാനം നമുക്ക് കാണിക്കാനേ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ CT റേഷ്യോ ഞാനൊന്ന് കാണിച്ചു തരാം. 5/5 എന്നാണ് ഇതിൻ്റെ CT റേഷ്യോ വരുന്നത്. 5/5 ആണ് വരുന്നത്. അപ്പോൾ 1 ആണ് ഇതിൻ്റെ CT റേഷ്യോ സംഭവങ്ങൾ വരിക. ഇത് കറണ്ട് ട്രാൻസ്ഫോർമർ, അതേപോലെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോസ് നമുക്ക് അടുത്ത ദിവസം ഞാൻ കാണിച്ചു തരാം. ഇത് അതിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നത് സെറ്റ് ചെയ്യും. ആ സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻസായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ ഇനി നമുക്കിത് സെറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.